ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഈദ് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കുറേ മേക്കപ്പ് ലുക്കിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്കാണ്. നമ്മളെ കയ്യിൽ എന്താ മേക്കപ്പ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ കൂടുതലൊന്നുമില്ല, ഉള്ളത് വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള മേക്ക് ഓവറാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കും മുമ്പ് എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഇതിനെടുത്ത ഡ്രസ്സല്ല ഇട്ടത്, ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുള്ള ഡ്രസ്സ് ഇട്ടുന്നല്ലോ. അപ്പം ഞാൻ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഫേസ് വാഷ് വെച്ചിട്ട് അതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേസിൽ കുറച്ച് ക്രീം എടുത്തിട്ട് ഞാൻ ഫേസിൽ ഇങ്ങനെ ഡോട്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്താ പറയണ്ടേ, എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. സത്യം പറയാമല്ലോ, ഇതൊന്നും ശരിക്കും അറിയില്ല ഇടാൻ. ഓരോ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്നല്ലാതെ ഇതല്ല വരുന്നത്. അപ്പം എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യേണ്ടത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഞാൻ ക്രീമൊക്കെ ഫേസിൽ അപ്ലൈ ആക്കി അതിന് ശേഷം ഞാനൊരു ഫൗണ്ടേഷൻ എടുത്തു. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ വെളിയിലൊന്നും പോകാത്തത് കൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും വെളിയിലൊക്കെ പോയിട്ട് ഫോട്ടോഷൂട്ട് കാര്യമൊക്കെ ഉണ്ടാവും. അപ്പം ഞാനിതാ നമ്മളെ ഫൗണ്ടേഷൻ ഡോട്ടായിട്ട് എടുക്കുന്നുണ്ട് ഫേസിൽ. പിന്നെ എന്ന് വെച്ച് ഞാൻ ലിക്വിഡ് ഫൗണ്ടേഷനാണ് കേട്ടോ. ഇതൊരു സ്പ്രേ ബോട്ടിലില്ലേ, ആ ഒരു ടൈപ്പ് ഫൗണ്ടേഷനാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഫേസിൽ അപ്ലൈ ആക്കി എന്നിട്ടൊരു ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലോ, അതിൻ്റെ ഒക്കെ ഒരു കോലല്ലേ, എല്ലാവരും വെള്ളം കാണാത്ത പോലെ. ഞാനത് വാഷ് ചെയ്തൊക്കെ ഇടും, കാലം കുറേ ആയിട്ടോ. പിന്നെ അതെടുത്ത് എങ്ങനെ ഇട്ടുന്നേ. ഞാൻ പറഞ്ഞില്ല, പുറത്ത് പോകുമ്പോൾ ഇതൊന്നും യൂസ് ആക്കലേ ഇല്ല. ജസ്റ്റ് ഒന്ന് കണ്ണെയ്തു, ലിപ്സ്റ്റിക്ക് ഇടുക, അങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ മേക്കപ്പ് ഇട്ട് പോകേണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല വീഡിയോയിൽ, നെക്ക് കാണിക്കണ്ട വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കോമ്പാക്ട് പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസാക്കാൻ. ഞാനിവിടെ സാധാരണ ടാക്കൺ പൗഡറാണ് യൂസാക്കുന്നത്. അപ്പോൾ പൗഡർ ഇട്ടതിന് ശേഷം അതൊക്കെ സെറ്റാക്കി അതിന് ശേഷം ലിപ്സ്റ്റിക്ക് എടുത്തിട്ടൊന്ന് ഐ ഷാഡോ പോലെ ആക്കുന്നുണ്ട്. ഐ ഷാഡോ സെറ്റൊന്നുമില്ല കേട്ടോ. ഐ ഷാഡോ സെറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്താ പറയുക, അതൊക്കെ എക്സ്പയർ ആയി കിടക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ. പിന്നെ അതൊക്കെ ഒഴിവാക്കി. അതൊക്കെ പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് ഐലൈനറാണ്. എൻ്റെ ഡാസ്ലറിൻ്റെ ഐലൈനർ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണുന്നില്ല മക്കളെ, കാണുന്നില്ല. എന്താ പറ്റിയ എവിടെ പോയതൊന്നും അറിയില്ല. ഞാൻ ഐലൈനർ യൂസ് ആക്കലില്ല. എൻ്റെ എല്ലാ വീഡിയോസും എടുത്ത് നോക്കിയാലും ഞാൻ ഐലൈനർ ചെയ്തല്ല. പിന്നെ ചെയ്യലെന്ന് വെച്ചാൽ കണ്ണെയ്തെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ കാജലില്ലേ, ഹിമാലയ കാജൽ വെച്ചിട്ട് ജസ്റ്റ് അടിഭാഗത്ത് മാത്രം ഒന്ന് കണ്ണെയ്തു, അത്രേ ഉണ്ടാവുള്ളൂ. ഞാൻ ഐലൈനർ യൂസ് ആക്കില്ല. എനിക്കെന്തോ മാതിരി കേട്ടോ, എൻ്റെ കണ്ണ് എന്തോ കുറേ ഇങ്ങനെ ഇട്ട പോലെയൊക്കെ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കണ്ണങ്ങനെ എഴുതാറില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, അടിഭാഗത്ത് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കും, അതായത് കാജൽ വെച്ചിട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് തൽക്കാലം ഒരു ഐലൈനർ കിട്ടിയപ്പോൾ പിന്നെ അതങ്ങനെ ആട്ടോ. ഇത് വാട്ടർ പ്രൂഫ് ആട്ടോ. ഇത് എത്ര വെള്ളമാക്കിയാലും അത് പോകില്ല, അതങ്ങനെ തന്നെ ഉണ്ടാവും അവിടെ. പക്ഷേ ഞാൻ ഡാസ്ലറും ലാക്മിയൊക്കെ ഞാൻ യൂസ് ആക്കുമ്പോൾ വെള്ളം വെക്കുമ്പോഴേക്ക് അതിങ്ങനെ ഒലിച്ച് ഭദ്രകാളിൻ്റെ ഒരു രൂപം പോലെ കാണലുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഐലൈനർ ഇടലുണ്ട് നമ്മൾ കോളേജിലൊക്കെ പോകുന്ന ആ ടൈമിൽ. പിന്നെ അതൊക്കെ ഒഴിവാക്കി. അപ്പോൾ നമ്മൾ അടിഭാഗത്ത് ഞാനൊന്ന് ലൈൻ വെച്ച് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഹിമാലയ കാജൽ വെച്ചിട്ട്. അപ്പോൾ കണ്ണെഴുതി കണ്ട മക്കളെ, കണ്ടോ? കണ്ണെഴുതിന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല കേട്ടോ. പിന്നെ ഒരു ഓളത്തിൽ അങ്ങനെ എഴുതി പോകാന്നേ ഉള്ളൂ. ആഹാ, കണ്ണൊക്കെ ഇത് ചുന്ദരിയായല്ലോ. അപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ ചിമ്മി കളിക്കാട്ടോ. എന്ത് കോപ്രായൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്. എനിക്ക് തന്നെ ചിരി വരുന്നു റബ്ബേ സ്ക്രീനിൽ കണ്ടിട്ട്. പിന്നെ ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്ക് തന്നെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ 2 ചീക്കിൻ്റെ ആ ഭാഗത്ത് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, നോസിൻ്റെത്, അതേപോലെ താടീൻ്റെ എൻഡിൽ. എന്നിട്ട് നമ്മളെ ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കവളൊക്കെ ഒന്ന് ചുവന്ന് നിൽക്കട്ടെ. പിന്നെ നമ്മൾ ഹിജാബാട്ടോ ഒന്ന് ഇടുന്നത്, ഷോളല്ല. അപ്പോൾ കമ്മൽ കാര്യങ്ങളൊന്നും വേണ്ട, ഓർണമെൻറ്റ്സ് ഞാൻ ഇടുന്നേ ഇല്ല. അപ്പോൾ ഹിജാബ് ചെയ്യുന്നതും കൊണ്ട് ഓർണമെൻറ്റ്സിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ പരിപാടിയും കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് നമ്മളെ ചുണ്ടൊന്ന് തത്തമ്മ ചുണ്ടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ മീഷോന്ന് 4 പിന്നെ ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിട്ടിയൊരു 4 ഒരു ഷെയ്ഡാണിത്, റെഡ്, പിന്നെ ബ്രൗണ്, പിന്നെ ഒരു വയലറ്റ്, ഒരു പിങ്ക്, അങ്ങനെ 4 കേട്ടോ.
അപ്പം ഞാനിതാ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതൊക്കെ തീരെ ഇഷ്ടമായിട്ടില്ല. ഞാൻ ഷെയ്ഡ് മാറ്റണമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ച അത് തന്നെ കിടക്കട്ടെ എന്ന്. എനിക്ക് ഓവർ റെഡായിട്ട് നിൽക്കുന്നത് എനിക്കെന്തോ ഒരു അൺകംഫർട്ടബിൾ ഫീലിങ്. ഞാൻ ഇത്ര അധികം ലിപ്സ്റ്റിക്ക് എന്താ പറയുക ഇടില്ല കേട്ടോ, ലൈറ്റായിട്ട് ഇടുള്ളൂ. അങ്ങനെ ഞാൻ കുറേ തുടച്ച് ആ എന്താ പറയുക തിക്നെസ് ഒഴിവാക്കി ഭയങ്കര കട്ടിയിൽ ഭയങ്കര റെഡിഷായിട്ട് നിൽക്കുക. അങ്ങനെ ഞാനത് തുടച്ച് പിന്നെ ഒരു പാകത്തിലാക്കി. ഇനി നമുക്ക് ചുന്നരി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിജാബ് ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ ആ ഹിജാബ് ഞാനൊരു ബ്ലാക്ക് ഹിജാബ് എടുത്തിട്ടുണ്ട്, ഷോള്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കോണാക്കി പിൻ ചെയ്തിട്ടു. എന്നിട്ട് അതാ റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ റൂമിൽ ലൈറ്റ് ഇട്ടില്ല, പക്ഷേ പുറത്തുനിന്നുള്ള ലൈറ്റ് ഇങ്ങനെ എന്താ പറയുക അടിക്കും, വെയിലില്ല, അത് വന്നിട്ടാണ് വീഡിയോ മങ്ങി പിന്നെ ഒന്ന് എന്താ പറയുക കുറച്ചുകൂടി ക്ലിയറായി വരിക. പിന്നെയും കളി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ വെയിലടിച്ചിട്ടാണത്. അപ്പോൾ ഇതാ ഞാൻ ഹിജാബൊക്കെ റോൾ ചെയ്തു സെറ്റാക്കി. പിന്നെ ഷോള് ഞാൻ വൺ സൈഡ് ഇട്ടു. അപ്പോൾ ഇതാ ചുന്നരിയായില്ലേ പറയ്. സ്വയം പൊക്കലാന്ന് വിചാരിക്കില്ലേ നിങ്ങൾ? അപ്പോൾ ആ വീഡിയോ എടുക്കുമ്പോൾ എന്തൊക്കെയോ ഷോ കാണിക്കുന്നുണ്ട് ഞാൻ. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. എനിക്കെൻ്റെ കളി എന്നാണ്ട് കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. കുറേ ഞാൻ അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തരും, കുറേ പോസ് ഇടും, കുറേ ഫോട്ടോസ് എടുത്ത് അങ്ങനെ പല സംഭവങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ലൈക്ക് എടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഈദ് മുബാറക്. അപ്പോൾ ഓക്കെ, ബൈ.